ഹായ് ഫ്രണ്ട്സ്, കേരള സ്റ്റോൺസ് ആൻഡ് ഗാർഡൻ പാല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളൻ ചരലിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. ഉരുളൻ ചരലെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ എല്ലാ ആൾക്കാരും ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്യുന്നതാണ്. ലാൻഡ്സ്കേപ്പിനകത്ത് ഒഴിഞ്ഞുകൂടാത്ത ഒരു ഐറ്റമാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഐറ്റമായിട്ട് മാറിയിരിക്കുകയാണ് ഉരുളൻ ചരൽ. അപ്പോൾ ഈ ഉരുളൻ ചരൽ എവിടുന്ന് വരുന്നു, എന്താണ് അതിൻ്റെ കോസ്റ്റ്, അത് ലേ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര റേറ്റ് ആവും, നമുക്കത് എവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങാം, ഇതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഉരുളൻ ചരൽ വരുന്നത് എല്ലാവരും പറയുന്നത് പോണ്ടിച്ചേരി ബൗൾസ് ശരിയാണ്. പോണ്ടിച്ചേരിക്ക് അടുത്തു നിന്നാണ് വരുന്നത്, പക്ഷേ പോണ്ടിച്ചേരിയിലല്ല, തമിഴ്നാടാണ്. തമിഴ്നാട് കടലൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. കടലൂർ ഡിസ്ട്രിക്റ്റ് തന്നെ ബിരുദാചലം, ഉളുന്തപ്പേട്ടെ എന്നിങ്ങനെ പറയപ്പെടുന്ന ഒരു മേഖലയിലാണ് ഈ ഉരുളൻ ചരലുകളുടെ ഒരു കേന്ദ്രം. രണ്ടാമതായിട്ട് ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പുഴയിൽ നിന്ന് വാരുന്നതാണോ അതോ എങ്ങനെയാണ്, ഇതിനെപ്പറ്റി അറിയത്തില്ല. ഒരിക്കലും അല്ല, അത് പുഴയിൽ നിന്ന് വാരുന്ന സാധനമേ അല്ല, പക്ഷേ നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്ന അതേ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്. കടലൂർ എന്ന് പറയുന്ന തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് പോണ്ടിച്ചേരി ബോർഡർ ഒരു 30,000-40,000 ഏക്കർ സ്ഥലം, പാടം പോലത്തെ സ്ഥലമാണ്. ആ പാടം പോലത്തെ സ്ഥലത്തിനകത്ത് മണ്ണ് കൂരയായിട്ട് കിടക്കുന്ന ഭാഗം നമ്മൾ മാന്തി കഴിയുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സാധനമാണിത്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല. അപ്പം അങ്ങനെയാണ് ഈ സാധനം കിട്ടുന്നത്, അല്ലാതെ പോണ്ടിച്ചേരി ബൗൾസ് അങ്ങനെയൊന്നും ഉള്ള സംഭവമല്ല. ഞാൻ 10-12 വർഷമായിട്ട് ഇത് ഹോൾസെയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇതിൻ്റെ സൈസ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ട 4 ഇഞ്ച് ബൗൾസ്. 4 ഇഞ്ച് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ തീർത്ത് മണൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇടാൻ ഏറ്റവും നല്ലൊരു ഐറ്റമാണ്. വണ്ടി കയറ്റാം, പിള്ളേർക്ക് സൈക്കിൾ ചവിട്ടാം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും എറിഞ്ഞ് പൊട്ടിക്കത്തില്ലെന്ന്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എല്ലാ ആൾക്കാരും മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോണും താണ്ടൂർ സ്റ്റോണും കടപ്പ സ്റ്റോണും ഒക്കെ വിരിച്ച് ബാക്ക് സൈഡ് വരുന്ന ഭാഗത്ത് കുറേ ആൾക്കാർ ഇൻ്റർലോക്ക് ഇടും, അല്ലെങ്കിൽ ബേബി മെറ്റൽ ഇടും. ഈ ബേബി മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെല്ലാം വേർത്ത് കുളിക്കും. അതേസമയം ഈ സാധനം ഇടുവാണെങ്കിൽ ബേബി മെറ്റലിൻ്റെ ഇരട്ടി പൈസയാവും. പക്ഷേ ലാൻഡ്സ്കേപ്പിങ്ങിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു സ്റ്റോൺ വർക്കർമാരോടൊക്കെ പറയുന്നത് ഒരു 50 രൂപ 55 രൂപ സ്ക്വയർ ഫീറ്റിന് വീടിൻ്റെ മുറ്റം നമുക്ക് അതിമനോഹരമായിട്ട് അവർ വിരിച്ച് തരും. സ്റ്റോണൊക്കെ വിരിക്കുമ്പോൾ 100 രൂപ എബോവ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി കോസ്റ്റേ ആകത്തുള്ളൂ. ഒരു 3000 സ്ക്വയർ ഫീറ്റൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ഏരിയ ആണെങ്കിൽ നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റൊക്കെ ഈ ഉരുളൻ ചരൽ വിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് ലാഭിക്കാം. ബഡ്ജറ്റ് പ്രശ്നമുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെ വീട് പണിത് തീർത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പം വീട് നല്ലതാക്കുകയും ചെയ്യണം, പക്ഷേ എങ്കിൽ പൈസ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇത് പല ഭാഗത്ത് നമുക്ക് സ്റ്റോൺ വിരിക്കുമ്പോൾ ഒരുപാട് ഭാഗത്ത് നമുക്കിത് കയറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ കയറ്റുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാം. ഇനി പലതരത്തിലുള്ള സൈസുണ്ട്, ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കണ്ടത് 4 ഇഞ്ചായിരുന്നു. അതിന് ശേഷം ഞാൻ വന്നേക്കുന്നത് ഇത് കണ്ടോ, 1/2 ഇഞ്ച്. ഇതാണ് 1/2 ഇഞ്ച് ബൗൾസ്. 1/2 ഇഞ്ച് ബൗൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരിങ്ങ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുന്തിരിങ്ങയുടെ വലുപ്പമുള്ള കല്ല്. ഇതിന് ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്, കാരണം ഈ ഒരു സൈസ് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. ബാക്കി ഏത് സൈസ് എടുത്താലും നമുക്ക് ഒരേ പ്രൈസേ വരത്തുള്ളൂ. അപ്പോൾ ഇതിന് മാത്രം കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. 1/2 ഇഞ്ചിന് നമ്മൾ കേരള സ്റ്റോൺസിൻ്റെ ഷോപ്പിൽ 4700 രൂപയ്ക്കാണ് ഒരു ടണ്ണ് കൊടുക്കുന്നത്. അതായത് 1000 കിലോയ്ക്ക് 4700 രൂപ, 1 കിലോയ്ക്ക് 4 രൂപ 7 പൈസ. ബാക്കി ഏത് സൈസ് എടുത്താലും നമ്മൾ 3900 ഒരു ടണ്ണിന്, അതായത് 1 കിലോയ്ക്ക് 3 രൂപ 90 പൈസ മാത്രം. ആ റേഞ്ചിൽ ബില്ലടക്കം വണ്ടിയുടെ പാസ് അടക്കം നമ്മൾ വണ്ടിയെ കയറ്റി കൊടുക്കുന്ന റേറ്റാണ് നമ്മുടെ കേരള സ്റ്റോൺസിൻ്റെ ഷോപ്പിൽ നിന്ന്. ഹോൾസെയിൽ പ്രൈസ് വേറെ ഉണ്ട്, അത് പറഞ്ഞു തരാം. അത് സ്റ്റോൺ വർക്കേഴ്സിനും സ്റ്റോൺ കടക്കാർക്കും പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ വാട്സപ്പ് നമ്പരും കോൺടാക്റ്റ് നമ്പരും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യുക. ആവശ്യമുള്ളത് നമ്മുടെ സ്റ്റാഫുകളാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഡിലേ വന്നാലും കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത സൈസ് കാണാം.
ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്ന റെഡ് ഷെയ്ഡാണ്. ആദ്യം ഞാൻ കാണിച്ച 4 ഇഞ്ച് വൈറ്റ് ഷെയ്ഡാണ്. ഇത് ഇപ്പോൾ അവിടെ ഇങ്ങോട്ട് ഉണ്ടോ, ഇവിടെ കിടക്കുന്ന സാധനം ഇതാകുമ്പം 3/4 ഇഞ്ച് വലുപ്പമാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ വൈറ്റ് പ്യുവർ വെള്ള. ഇതാണ് ഏറ്റവും കൂടുതൽ മുറ്റത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നൊരു സൈസ്. വലിപ്പം കൊണ്ടൊക്കെ 3/4 ഇഞ്ച് സൈസ്. പക്ഷേ വില കൂടുതൽ അരേഞ്ചാണ്. ഇതിന് നമുക്ക് 3900 രൂപ മാത്രം വിലയുള്ളൂ ഒരു ടണ്ണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന റേറ്റ്. കേജ് 3 രൂപ 90 പൈസ. പിന്നെ ഇതിൻ്റെ റെഡ് ഷെയ്ഡുണ്ട്, 1 ഇഞ്ചുണ്ട്, 2 ഇഞ്ചുണ്ട്, 2.5 ഇഞ്ചുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. എല്ലാ ഐറ്റവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോൺ വർക്കേഴ്സുകാർക്കും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോണിൻ്റെ കടകൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോൺ കടകളിലും നമ്മളിത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. വലിയ വണ്ടി വരണം. 12 ഇപ്പോൾ ഈ കാണുന്ന നാഷണൽ പെർമിറ്റ് കണ്ടോ, ഇതിനകത്താണ് നമ്മൾ ലോഡ് കൊണ്ടുവരുന്നത്. അവിടെ ഇപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നാഷണൽ പെർമിറ്റ് വണ്ടികൾ 12 വീല് വണ്ടിയാണ്. ആ വണ്ടി കയറുന്ന സൈറ്റാണ്. ആ സൈറ്റ് എവിടം വരെ എത്തുമോ അതിനുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ചെറിയ വഴിയാണ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ കേരള സ്റ്റോൺസിൻ്റെ യാർഡിൽ വന്ന് എടുക്കുക, അല്ലെങ്കിൽ വലിയ വണ്ടിയായിരുന്നു ചെറിയ വണ്ടിയിലേക്ക് ഇതുപോലെ JCBക്ക് പകർത്തി കൊണ്ടുപോകാം. അപ്പം ഹോൾസെയിൽ കൊടുക്കുന്ന റേറ്റ് ഞാനിപ്പം ഉടൻ തന്നെ പറയുന്നതാണ്. നമുക്ക് ബാക്കി വീഡിയോയും കൂടെ കണ്ടു നോക്കാം. അപ്പം നമ്മൾ മുമ്പേ കണ്ടത് 1/2 ഇഞ്ച് ചുമലയാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 1/2 ഇഞ്ച് വെള്ളയാണ്. 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരിങ്ങ സൈസ്, മറന്നു പോകേണ്ട, മുന്തിരിങ്ങ സൈസ് കണ്ടോ. മണ്ണ് ഉണ്ട്, എന്നാലും മണ്ണ് അരിച്ചു വരുന്ന ബൗൾസ് ഉണ്ട്, വാട്ടർ വാഷ് ബൗൾസ്. വാട്ടർ വാഷ് ബൗൾസിന് നമുക്ക് റേറ്റ് കൂടുതലാണ്. ഈ 4700 എന്നുള്ള സാധനം വാട്ടർ വാഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 5500 രൂപ ലോഡിന് വരും 1/2 ഇഞ്ച് ബൗൾസിന്. അതേ സാധനം 3/4 ഇഞ്ച് ഇവിടെ കിടക്കുന്നു. 3/4 ഇഞ്ചിൻ്റെ റെഡ് ഷെയ്ഡാണിത്. ഇതും മണ്ണുണ്ട്, മണ്ണില്ലെന്ന് നമ്മൾ പറയുന്നില്ല. എന്നാലും വാഷ് ചെയ്ത് വരുവാണെങ്കിൽ ഇതിനും 5500 രൂപ സെയിം റേറ്റാണ്. വാഷ് ചെയ്യാതെയാണ് ഈ കിടക്കുന്നത്. ശരിക്കും നമുക്ക് ഒരു ടണ്ണ് സാധനം എടുക്കുകയാണെങ്കിൽ ഒരാളുടെ പോലും ലേബർ വരത്തില്ല ക്ലീൻ ആക്കാനായിട്ട്. 3900-ന് കേരള സ്റ്റോൺസിൻ്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. ബില്ലടക്കം വണ്ടിയെ ലോഡ് ചെയ്ത് കൊടുക്കും 3900 രൂപ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഉരുളൻ ചരൽ നിങ്ങൾക്ക് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചു തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വിരിക്കുമ്പോൾ എപ്പോഴും വീടിൻ്റെ 3/4 ഇഞ്ച് വലിപ്പമൊക്കെ ആണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്ത് വിരിക്കണമെന്നില്ല. 1/2 ഇഞ്ച് വലിപ്പവും അതിൽ താഴെ ഉള്ളതാണ് ഫ്രണ്ട് മുറ്റത്ത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ പ്രായമുള്ളവർക്കൊക്കെ നടക്കുവാനൊക്കെ നല്ല സുഖം 1/2 ഇഞ്ച് താഴെ വരുന്ന ബബിൾസാണ്. 3/4 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വീടിൻ്റെ മെയിൻ പോർഷൻ അല്ലാത്ത ഭാഗങ്ങൾ ഒന്നെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഫ്രണ്ട് കുറേ സ്റ്റോൺ വിരിച്ച് കളങ്ങളമായിട്ട് തിരിച്ച് അങ്ങനെ ഇടുവാനാണ്. അങ്ങനെ നമുക്ക് ബബിൾസ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ബെറ്റർ 1/2 ഇഞ്ചും 1/2 ഇഞ്ച് താഴെ വരുന്ന 4 ഇഞ്ചും ബൗൾസ് ആയിരിക്കും നല്ലത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കിന്ന് കേരളത്തിൽ സെയിൽ പോകുന്ന ഒരു ഐറ്റം ഈ 3/4 ഇഞ്ചിൻ്റെ റെഡാണ്. അത് കഴിഞ്ഞാൽ 3/4 ഇഞ്ചിൻ്റെ വൈറ്റാണ്. പിന്നെ 1/2 ഇഞ്ച് പോകുന്നുണ്ട്, പിന്നെ 4 ഇഞ്ച് പോകുന്നുള്ളൂ. അപ്പം ഈ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് ചൂടെന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. മുറ്റത്ത് നമ്മളിത് വിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് നനച്ചിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ അതിൻ്റെ തണുപ്പ് അവിടെ കാണും. കാരണം ഉരുളൻ ചരലെന്ന് പറയുന്ന വെള്ളം കുടിക്കും. വെള്ളാരം കല്ലാണ് ശരിക്കും. വെള്ളാരം കല്ല് വെള്ളം കുടിക്കുന്നതനുസരിച്ചേ നമുക്ക് തെളിഞ്ഞ് വരുള്ളൂ. ഇപ്പം ലോഡ് കൊടുക്കുമ്പോൾ ചിലർ പറയും ഇത് ചെളിയാണ്. ശരിയാ, ഇതുണ്ടോ ചെളിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ചെളിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത് മണ്ണ് ഇപ്പം ബബിൾസ് നമ്മൾ കൊടുത്തിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ചെളിയുണ്ട്. അതേസമയം അവിടെ കിടക്കുമ്പോൾ അത് ചെളിയില്ല. അത് മഴ വന്ന് ചെളി ഇറങ്ങിപ്പോയതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മെത്തേഡിലേ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ഒന്നെങ്കിൽ വാഷ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ നമ്മൾ 2 ഇഞ്ച് കനത്തിൽ ബബിൾസ് വിരിച്ചിട്ട് നമുക്ക് പ്രഷർ വാഷിന് അടിച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ വലിയ ഓസിന് വേണം ഡയറക്റ്റ് ക്ലീൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുന്നതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ചെറിയ വില്ലകളും ചെറിയ എന്താ പറയുക 10 സെൻറ്റ് 5 സെൻറ്റിനകത്തൊക്കെ ആൾക്കാർക്ക് കഴുകി വെള്ളം കളയാൻ സ്ഥലമില്ലാത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് നമ്മൾ ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റ് 55 രൂപ. ഞങ്ങൾ പാലായിലാണ് ഞങ്ങളുടെ ഷോപ്പ്. ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും. പാലായിൽ നിന്ന് നമ്മുടെ കടയിൽ കൊടുക്കുന്ന വില ഞാനിപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞു. എന്നാലും ഒരിക്കൽ കൂടെ പറയുകയാണ്, 3900 രൂപ ഒരു ടണ്ണ്. 1/2 ഇഞ്ച് 4700 രൂപ. നിങ്ങൾക്ക് ഏത് സൈസ് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുത്തുക.
പിന്നെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. കടലൂർ ഡിസ്ട്രിക്റ്റാണ്, അല്ലാതെ പോണ്ടിച്ചേരിയല്ല. പോണ്ടിച്ചേരി അതിൻ്റെ സമീപ പ്രദേശത്തുള്ളൊരു സ്ഥലം മാത്രമാണ്. ഇത് കൊണ്ടുവരുന്നതിന് കുറച്ച് റിസ്ക്കുകളുണ്ട്. പെർമിറ്റ് എടുക്കണം, നമുക്ക് കോറി പെർമിറ്റ് വേണം. നമ്മുടെ കോറിയിൽ പെർമിറ്റ് ഇല്ലാത്ത വണ്ടി എടുത്തുകൊണ്ട് പോയി ലോഡ് എടുത്താൽ അത് അകത്തു പോകും. അതുകൊണ്ടാണ് ഈ ബിസിനസ് ഒരുപാട് ആൾക്കാർ ചെയ്യാത്തത്. കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളിലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയും ഏതെങ്കിലും കടക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.